പെസഹാ തിരുനാൾ എന്തു പേരിലാണ് അറിയപ്പെടുന്നത്? പുളിപ്പില്ലാത്ത അപ്പത്തിന് തിരുനാൾ, കൂടാരപ്പെരുന്നാൾ, വിളവെടുപ്പ് തിരുനാൾ, പ്രകാശത്തിൻ്റെ തിരുനാൾ. ഉത്തരം പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ. ഈശോയെ എങ്ങനെ വധിക്കാമെന്ന് അന്വേഷിച്ചു കൊണ്ടിരുന്നത് ആരായിരുന്നു? ജനങ്ങൾ, ശിഷ്യന്മാർ, പുരോഹിതന്മാർ, നിയമജ്ഞരും, റോമാക്കാർ. ഉത്തരം പുരോഹിതന്മാരും നിയമജ്ഞരും. പന്ത്രണ്ട് പേരിൽ ഒരുവനായ യൂദാസിൽ ആരാണ് പ്രവേശിച്ചത്? ദൈവം, സാത്താൻ, ഒരു ദൂതൻ, ഭയം. ഉത്തരം സാത്താൻ. ഈശോയെ ഒറ്റിക്കൊടുക്കുന്നതിനെക്കുറിച്ച് യൂദാസ് ആരുമായാണ് ആലോചിച്ചത്? ശിഷ്യന്മാരുമായി, പുരോഹിത പ്രമുഖന്മാരെയും സേനാധിപന്മാരെയും, റോമൻ പടയാളികളുമായി, ജനങ്ങളുമായി. ഉത്തരം പുരോഹിത പ്രമുഖന്മാരെയും സേനാധിപന്മാരെയും. ഈശോയെ ഒറ്റിക്കൊടുക്കാൻ യൂദാസിന് എന്തു നൽകാമെന്നാണ് വാഗ്ദാനം ചെയ്തത്? വസ്ത്രങ്ങൾ, ഭക്ഷണം, പണം, സ്വർണം. ഉത്തരം പണം. പെസഹ ഭക്ഷിക്കുന്നതിന് ഒരുക്കങ്ങൾ ചെയ്യാൻ ഈശോ ആരെയാണ് അയച്ചത്? പത്രോസിനെയും യൂദാസിനെയും, യോഹന്നാനെയും യാക്കോബിനെയും, പത്രോസിനെയും യോഹന്നാനെയും, തോമസിനെയും മത്തായിയെയും. ഉത്തരം പത്രോസിനെയും യോഹന്നാനെയും. പെസഹ ഒരുക്കുന്നതിനായി അവർ എവിടെയാണ് പോകേണ്ടിയിരുന്നത്? ഗെത്സമേനിൽ, ഒലിവുമലയിൽ, പട്ടണത്തിലേക്ക്, ദേവാലയത്തിലേക്ക്. ഉത്തരം പട്ടണത്തിലേക്ക്. ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് വരുന്ന മനുഷ്യനെ പിന്തുടർന്ന് ശിഷ്യന്മാർ എവിടെയാണ് എത്തേണ്ടിയിരുന്നത്? ഒരു സത്രം, ഒരു കമ്പോളം, ഒരു വലിയ മാളികമുറി, ഒരു ദേവാലയം. ഉത്തരം ഒരു വലിയ മാളികമുറി. അത്താഴ സമയത്ത് ഈശോ അപ്പമെടുത്ത ശേഷം കൃതജ്ഞതാസ്തോത്രം ചെയ്ത് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് എന്തു പറഞ്ഞു? ഇത് നിങ്ങളെ ശക്തിപ്പെടുത്തും. ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാണ്. ഇത് നിങ്ങൾക്കുള്ള ഭക്ഷണമാണ്. ഇതെൻ്റെ ഓർമ്മയ്ക്കായി ഭക്ഷിക്കുവിൻ. ഉത്തരം ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാണ്. അത്താഴത്തിനു ശേഷം പാനപാത്രം എടുത്തുകൊണ്ട് ഈശോ എന്തു പറഞ്ഞു? ഇത് നിങ്ങളുടെ സന്തോഷത്തിനുള്ളതാണ്. ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. ഒരു പുതിയ കാലത്തിൻ്റെ അടയാളമാണ്. ഇത് എന്നോടുള്ള നിങ്ങളുടെ സ്നേഹത്തിൻ്റെ അടയാളമാണ്. ഉത്തരം ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. ഈശോയെ ഒറ്റിക്കൊടുക്കുന്നവനെക്കുറിച്ച് പരാമർശിച്ചപ്പോൾ ശിഷ്യന്മാർ എന്തു ചെയ്യാൻ തുടങ്ങി? പരസ്പരം വഴക്കിട്ടു. തങ്ങളിൽ ആരാണിത് ചെയ്യാനിരിക്കുന്നതെന്ന് ചോദിക്കാൻ തുടങ്ങി. യൂദാസിനെ സംശയിച്ചു, ഭയന്നുപോയി. ഉത്തരം തങ്ങളിൽ ആരാണ് ഇത് ചെയ്യാനിരിക്കുന്നത് എന്ന് ചോദിക്കാൻ തുടങ്ങി. ശിഷ്യന്മാർക്കിടയിൽ എന്തിനെക്കുറിച്ചാണ് ഒരു തർക്കം ഉണ്ടായത്? ആരാണ് കൂടുതൽ വിശ്വസ്തൻ? ആരാണ് വലിയവൻ? ആരാണ് കൂടുതൽ സമ്പന്നൻ? ആരാണ് ഈശോയുടെ അടുത്ത കൂട്ടുകാരൻ? ഉത്തരം ആരാണ് വലിയവൻ? തൻ്റെ പരീക്ഷകളിൽ തന്നോടുകൂടെ നിരന്തരം ഉണ്ടായിരുന്നവർ ആരെന്നാണ് ഈശോ പറഞ്ഞത്? താൻ പഠിപ്പിച്ച ജനക്കൂട്ടം, തൻ്റെ ശിഷ്യന്മാർ,
യോഹന്നാൻ സ്നാപകൻ, റോമൻ സൈനികർ? ഉത്തരം തൻ്റെ ശിഷ്യന്മാർ. പത്രോസ് ഈശോയെ എപ്പോൾ നിഷേധിക്കുമെന്നാണ് ഈശോ പ്രവചിച്ചത്? സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ്, കോഴി കൂവുന്നതിന് മുമ്പ് 3 പ്രാവശ്യം, പിറ്റേ ദിവസം രാവിലെ താൻ മരിക്കുന്നതിന് മുമ്പ്? ഉത്തരം കോഴി കൂവുന്നതിന് മുമ്പ് 3 പ്രാവശ്യം. പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കുവിൻ. ഈശോ എവിടെ വെച്ചാണ് ശിഷ്യന്മാരോട് ഇത് പറഞ്ഞത്? ദേവാലയത്തിൽ, ഒലിവുമലയിൽ, ഒരു വീട്ടിൽ, പെസഹ മുറിയിൽ? ഉത്തരം ഒലിവുമലയിൽ. പെസഹ ആചരണം ഏത് നിയമസംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നോഹയുടെ പെട്ടകം, ചെങ്കടൽ പിളർന്നത്, ഈജിപ്തിൽ നിന്നുള്ള ഇസ്രായേലിയരുടെ പുറപ്പാട്, വാഗ്ദത്ത നാട്ടിലേക്കുള്ള പ്രവേശനം? ഉത്തരം ഈജിപ്തിൽ നിന്നുള്ള ഇസ്രായേലിയരുടെ പുറപ്പാട്. ഈശോയുടെ ശരീരം അപ്പമായും രക്തം വീഞ്ഞായും നൽകുന്നത് പഴയ നിയമത്തിലെ ഏത് യാഗവുമായി താരതമ്യം ചെയ്യാവുന്നതാണ്? ഹോമയാഗം, പാപപരിഹാരയാഗം, സമാധാനയാഗം, പെസഹ കുഞ്ഞാടിൻ്റെ യാഗം? ഉത്തരം പെസഹ കുഞ്ഞാടിൻ്റെ യാഗം. ഈശോയെ ഒറ്റിക്കൊടുക്കുന്നവൻ്റെ കൈ മേശമേ തന്നെയുണ്ട് എന്ന് ഈശോ പറഞ്ഞത് പഴയ നിയമത്തിലെ ഏത് പുസ്തകത്തിലാണ്? സങ്കീർത്തനം 41:9, ഏശയ്യ 53:3, സക്കറിയ 13:7, നിയമാവർത്തനം 18:15? ഉത്തരം സങ്കീർത്തനം 41:9. ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യത്തിൽ ഇത് പൂർത്തിയാകുന്നതുവരെ ഞാൻ ഇനി ഇത് ഭക്ഷിക്കുകയില്ല. ഈ വാക്യം ഏത് അധ്യായത്തിലും വാക്യത്തിലുമാണ് കാണപ്പെടുന്നത്? ലൂക്കാ 21:15, ലൂക്കാ 22:16, ലൂക്കാ 23:17, ലൂക്കാ 22:15? ഉത്തരം ലൂക്കാ 22:16. പിതാവേ, അങ്ങേക്ക് ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നും അകറ്റണമേ. എങ്കിലും എൻ്റെ ഹിതമല്ല, അവിടുത്തെ ഹിതം നിറവേറട്ടെ. ഈ വാക്യം ഏത് അധ്യായത്തിലും വാക്യത്തിലുമാണ് കാണപ്പെടുന്നത്? ലൂക്കാ 22:42, ലൂക്കാ 21:41, ലൂക്കാ 22:41, ലൂക്കാ 23:42? ഉത്തരം ലൂക്കാ 22:42. മനുഷ്യ, നീ പറയുന്നത് എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ. അവൻ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കോഴി കൂവി. ഈ വാക്യം ഏത് അധ്യായത്തിലും വാക്യത്തിലുമാണ് കാണപ്പെടുന്നത്? ലൂക്കാ 22:59, ലൂക്കാ 23:60, ലൂക്കാ 22:60, ലൂക്കാ 21:61? ഉത്തരം ലൂക്കാ 22:60. നിങ്ങൾ പോയി നമുക്ക് പെസഹ ഭക്ഷിക്കേണ്ടതിന് ഒരുക്കങ്ങൾ ചെയ്യുവിൻ. ഇത് ആര് ആരോട് പറഞ്ഞു? ഈശോ പത്രോസിനോട്, ഈശോ യോഹന്നാനോട്, ഈശോ പത്രോസിനോടും യോഹന്നാനോടും, പത്രോസ് ഈശോയോട്? ഉത്തരം ഈശോ പത്രോസിനോടും യോഹന്നാനോടും. ഞാനാകട്ടെ നിങ്ങളുടെ ഇടയിൽ പരിചരിക്കുന്നവനെ പോലെയാണ്. ഇത് ആര് ആരോട് പറഞ്ഞു? പത്രോസ് ശിഷ്യന്മാരോട്, ഈശോ ശിഷ്യന്മാരോട്, യൂദാസ് ഈശോയോട്, ഒരു നിയമജ്ഞൻ ഈശോയോട്? ഉത്തരം ഈശോ ശിഷ്യന്മാരോട്. കർത്താവേ, നിൻ്റെ കൂടെ കാരാഗൃഹത്തിലേക്ക് പോകാനും മരിക്കാനും ഞാൻ തയ്യാറാണ്. ഇത് ആര് ആരോട് പറഞ്ഞു? യോഹന്നാൻ ഈശോയോട്, പത്രോസ് ഈശോയോട്, യൂദാസ് ഈശോയോട്,
ഒരു ജനക്കൂട്ടം ഈശോയോട്. ഉത്തരം പത്രോസ് ഈശോയോട്. എന്തുകൊണ്ടാണ് പുരോഹിതർ പ്രമുഖന്മാരും നിയമജരും ഈശോയെ വധിക്കാൻ ആഗ്രഹിച്ചിട്ടും ജനങ്ങളെ ഭയപ്പെട്ടത്? ഉത്തരം, ഈശോയ്ക്കെതിരെ എന്തെങ്കിലും ചെയ്താൽ ജനങ്ങൾ തങ്ങളെ എതിർത്തേക്കാം എന്നവർക്ക് ആശങ്കയുണ്ടായിരുന്നു. അതിനാൽ അവൻ ജനക്കൂട്ടമില്ലാത്തപ്പോൾ അവനെ പിടികൂടാൻ തക്കം പാർത്തു.